നോക്കടി നോക്ക്, നീയല്ലേ പറഞ്ഞത് മമ്മൂട്ടി ചേട്ടൻ എനിക്ക് കത്തയക്കില്ലെന്ന്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എവിടെ നോക്കട്ടെ. എന്ത് നല്ല കൈപ്പട അല്ലേ? നമ്മുടെ പുതിയ പോസ്റ്റ് മാസ്റ്റർ ആണോ ഈ ദിലീപ് കുമാർ? ആണെന്നാ തോന്നുന്നേ. ആണെങ്കിൽ നിനക്ക് നിന്റെ മമ്മൂട്ടി ചേട്ടന്റെ ഫോട്ടോ കിട്ടുമല്ലോ. ഓ, അയാളോട് എങ്ങനെയാ ചോദിക്കുക? എങ്കിലും മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, തരാതിരിക്കില്ലല്ലേ? ഏയ് കർച്ചീഫ്, ദിലീപ് കുമാറിനോട് ചോദിച്ചാൽ ഫോട്ടോ ഒപ്പിക്കാം. എനിക്ക് വയ്യ, നീ പോയി ചോദിക്കേ. ദിലീപ് കുമാർ എന്നാണോ സാറിന്റെ പേര്? എന്തിനാ എന്റെ പേരറിയുന്നത്? അല്ല, അത് കത്ത് വല്ല കത്ത് വരുമ്പോ കൊണ്ടുവന്ന് തരും. എന്റെ പേർ ദിലീപ് കുമാർ എന്ന് തന്നെയാണ്. പക്ഷെ അത് അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, മനസ്സിലായോ? ക്ഷമിക്കണം. ക്ഷമിക്കണം? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം ഒരു ക്ഷമ ചോദിക്കൽ. എന്തൊരു സാധനമാടാ ഇത്. മമ്മൂട്ടി ചേട്ടന്റെ ഒരു സ്വഭാവ ഗുണവും ഇയാൾക്കില്ല. മോരടൻ. അമ്മേ, അമ്മേ, ദേ അച്ഛൻ വരുന്നുണ്ട്. കൂടെ ഒരു പുതിയ രാക്ഷസനും ഉണ്ട്. ഇവിടുന്ന് കെട്ടിയൊരുങ്ങി പോകുമ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലമാണനെ കൊണ്ടേ വരൂന്ന്. ഇനി എനിക്ക് അരി ഇടിക്കാനും കോഴിയും താറാവിനെയും കൊല്ലാനേ നേരം കാണും. എന്റെ ദൈവമേ, എത്ര ദിവസത്തേക്കാണോ എന്തോ. വരുന്നു. കൊണ്ടാ മിഥുനെ, നീ പോയി 5-6 കരിക്കിരിക്ക. 5-6 എന്തോന്നാവാനാ? ഒരു 10-20. ഭവാനി, ഈയിടെ ആയിട്ട് നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഭവാനി. മരുന്നും ലേഹ്യമൊന്നും കഴിക്കുന്നില്ലേ? എന്നാ മോളുടെ സ്കൂൾ അടയ്ക്കുന്നത്? അവധിക്ക് അവളെയും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലൊന്ന് പോകണ്ടേ? കൂടുതലൊന്നും വിസ്തരിക്കണ്ട, മനസ്സിലായി. ഒരു ഭീമനെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അതെ, എന്തുദ്ദേശിച്ചായി പുറപ്പാട്? ഒക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട്. നിർത്തും ഭവാനി. ഉടുമ്പിനെ മലർത്തുന്ന അന്ന് ഞാനിത് നിർത്തും. ഉടുമ്പിനെ മലർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മോശം കിട്ടാൻ പോകുന്നേ? ഗോദായിലെ പക, അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ഇപ്പൊ ആരാ വന്നിരിക്കുന്നറിയാമോ? ജിങ്കാന അപ്പുക്കുട്ടൻ പിള്ള. നീ നോക്കിക്കോ, ജിങ്കാന ഉടുമ്പിനെ മലത്തും. മലത്തും. ഇനി വിറ്റ് പെറുക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഇവിടെ? പെണ്ണൊരുത്തിയുള്ളത് പ്രായം ചെന്ന് നിൽക്കുകയാണ്. അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ടോ നിങ്ങൾക്ക്? ഈ ഗോതയും കുസ്തിയും അല്ലാതെ. അവളുടെ കാര്യമൊക്കെ അതിന്റെ സമയമാകുമ്പോ നടന്നോളും. നീ ഒരു 2 അടങ്ങി അരി കൂടെ ഇട. ഉണ്ണാൻ ജിങ്കാനായി മറ്റോനും കാണും. ഓ, എനിക്ക് വയ്യ കണ്ട പേര് വയർമാർക്ക് വെച്ച് വിളമ്പാനും പിടിക്കാനും ഒക്കെ. എന്താ അപ്പുക്കുട്ടൻ പിള്ളേ, ഊണിന് കോഴിയിറച്ചിയില്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? നല്ല കാര്യായി. അല്ല, മണമൊന്നും വന്നില്ല. ഇനി കോഴിയെ പിടിക്കാനും പൂട പറിക്കാനും ഒക്കെ ഞാൻ തന്നെ പോണം. ഒരു 3 ഇല്ല എന്റെ. 1 രൂപ 5 പൈസ. 1 രൂപ 5 പൈസ. ചായോ മറ്റോ വേണോ സാർ? വേണമെങ്കിൽ അറിയിക്കാം. പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം. മറ്റവനില്ലേ ആ തിണ്ട് നകലൻ, ദയവ് ചെയ്ത് സാർ അവന് ഇല്ലെന്റെ കാർഡ് ഒന്നും കൊടുക്കരുത്. ആവശ്യക്കാർക്ക് കൊടുക്കാനല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അവൻ എന്തോന്ന് ആവശ്യം സാറേ? അവന്റെ അമ്മാവിയമ്മയുടെ പൊലവിളിക്ക് നാട്ടുകാരെ ക്ഷണിക്കാനോ? ഇവിടെ തോന്നിയ ദിവസം പറയാനുണ്ടല്ലോ, അവനോടെ കടയിലുണ്ടല്ലോ, നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യാൻ വിഴുങ്ങുമോ? ഇടിച്ചവന് 32 പല്ല് ഞാൻ കളയും. സാർ ഇനി അവൻ ഇന്ത്യയിൽ ഒന്നും കൊടുക്കരുത്. ഇനി അവൻ എനിക്ക് കത്ത് എഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞേര്. ഞാനാരും എന്റെ കൂലിക്കാരനോ? താൻ പറയുമ്പോ അങ്ങോട്ട് പറയാം.
സാറിനറിയാവോ എനിക്കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവ് പിടിച്ച് താട്ടിയെടുത്ത തെണ്ടി കള്ളനാവ്. പാടം വിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിന്ന് 10,000 രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട തുടങ്ങിയത്. പോയെ പോയെ പ്രിയപ്പെട്ട മമ്മൂട്ടിച്ചേട്ടൻ അറിയുന്നതിന് അനുജത്തി അമ്മണിക്കുട്ടി എഴുതുന്നത്. കത്തയച്ചതിന് 1000 നന്ദി. ചേട്ടന്റെ സുഹൃത്ത് ദിലീപ് കുമാർ തന്നെയാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ. പക്ഷെ ആളിന് ഭയങ്കര ഗമയാണ്, ഒരു മുരടൻ. മമ്മൂട്ടിച്ചേട്ടനും ഇയാളെപ്പോലെ വലിയ ഗമയാണോ? ഇല്ലെന്ന് എനിക്കറിയാം. പോസ്റ്റ് മാസ്റ്ററോട് ഫോട്ടോ ചോദിക്കാൻ എനിക്ക് വയ്യ. മമ്മൂട്ടിച്ചേട്ടൻ നേരിട്ടൊരു ഫോട്ടോ അയച്ചു തന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല എന്ന് അനുജത്തി അമ്മണിക്കുട്ടി. പ്രിയപ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത്. എന്റെ ജീവന്റെ ജീവനായ ദിലീപ് കുമാറിനെ കണ്ടുപിടിച്ച് മേൽവിലാസം അറിയിച്ചു തന്നതിന് നന്ദി. അവൻ ഗമയുള്ളവനാണെന്ന് എഴുതി കണ്ടതിൽ ഖേദിക്കുന്നു. ആ പരിക്കൻ ഭാവത്തിന് പുറകിൽ മൃദുലവും സ്നേഹനിർഭരവുമായ ഒരു ഹൃദയമാണ് അവനുള്ളത്. അനുജത്തിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ദിലീപ് കുമാറിനെ ഇഷ്ടപ്പെടണം. കാരണം എനിക്ക് അവനെ അത്രയ്ക്കിഷ്ടമാണ്. എന്റെ ഫോട്ടോയുടെ കാര്യമാണെങ്കിലും മറ്റെന്ത് തന്നെയായാലും കുട്ടി തനിച്ചു എന്ന് വേണം ദിലീപ് കുമാറിനോട് ചോദിക്കാൻ. ഇതൊന്നും മറ്റാരും അറിയരുതെന്ന് അവന് നിർബന്ധം കാണും. അവൻ അങ്ങനെയാണ്. അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. സ്നേഹപൂർവ്വം, സ്വന്തം മമ്മൂട്ടിച്ചേട്ടൻ. പാവം, വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു. എന്തായാലും ആളൊരു മുരടനാ. മമ്മൂട്ടിച്ചേട്ടന് നമ്മളെക്കാൾ കൂടുതലായിട്ട് അയാളെ അറിയാലോ. പിന്നെങ്ങനെയാ തെറ്റുന്നേ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും നീ ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചാ മതി. അങ്ങനെയാണല്ലേ എഴുതിയിരിക്കുന്നേ? നമുക്കറിയാഞ്ഞിട്ടടി. പുറമെ പഞ്ചാരവാക്ക് പറഞ്ഞു നടക്കുന്ന പലരുടെ ഉള്ളു മോശമായിരിക്കും. എനിക്കതല്ലേ പേടി. നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയ കാര്യം അയാളെ മമ്മൂട്ടിച്ചേട്ടൻ അറിയിച്ചാലോ? അത് സാരമില്ല, നീ പോയി ഫോട്ടോ ചോദിക്ക്. എന്താ ഇവിടെ ഇല്ലെന്നാണ്? ഞാൻ ഇല്ലെന്നൊന്നും വീട്ടിൽ വെക്കാറില്ല. പോസ്റ്റ് ഓഫീസിലേക്ക് വരും. എനിക്ക് ഫോട്ടോ വേണമായിരുന്നു. ഫോട്ടോയോ? കുട്ടിക്ക് എന്തിനാണ് എന്റെ ഫോട്ടോ? മാസ്റ്ററിന്റെ അല്ല. മാസ്റ്റർ? ഓ, പോസ്റ്റ് മാസ്റ്റർ. ക്ഷമിക്കണം, എന്നെ അങ്ങനെ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പേര് വിളിക്കാം. എന്റെ പേര് ദിലീപ് കുമാർ. അറിയാം. അതെങ്ങനെ? എനിക്ക് മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഫോട്ടോ തരുമോ? മമ്മൂട്ടി ചേട്ടനോ? അതാര്? ഓ, അപ്പൊ കുട്ടിയാണോ എന്നെ കുറിച്ച് ആ കത്തെഴുതിയത്? അത് ഞാനൊരു മുരടനാണെന്നും മനുഷ്യപ്പറ്റില്ലാത്തവനാണെന്നും കുട്ടി അവനെ എഴുതി അറിയിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതല്ല, സാധാരണ ചെറുപ്പക്കാരെ പോലെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇല്ലല്ലോ. മമ്മൂട്ടി ഒരുപാട് ചീത്ത പറഞ്ഞാണ് എനിക്ക് എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടി ചേട്ടൻ എഴുതിയോ? പിന്നല്ലാതെ. കുറെ നാളായി ഞാൻ ആർക്കും കത്തെഴുതാറില്ലായിരുന്നു. കുട്ടിയല്ലേ എന്റെ മേലുലാസം അയച്ചു കൊടുത്തത്? അതെ, എന്നോട് എഴുതി ചോദിച്ചു. ആകെ കുഴപ്പമായി. ഇനി എപ്പോഴും മമ്മൂട്ടിയുടെ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരിടത്ത് സ്വൈര്യമായി ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ? മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? സുഹൃത്തിന്റെ കത്ത് വരുന്നത് ശല്യമായി കരുതുന്നത് എന്തിനാ? അതൊന്നും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവൂല. പുള്ളിക്കാരൻ ഇനി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും, മദ്രാസിലോട്ട് വാ, മദ്രാസിലോട്ട് വാ. എനിക്ക് പറ്റില്ല. എനിക്ക് സിനിമയും വേണ്ട, ഒരു കുന്തവും വേണ്ട. അപ്പോ മമ്മൂട്ടി ചേട്ടൻ എഴുതിയതൊക്കെ സത്യം തന്നെ? എന്ത്? ഇക്കാര്യം മമ്മൂട്ടി കുട്ടിക്ക് എഴുതിയോ? വലിയ കഷ്ടം തന്നെ. സിനിമയോട് അത്ര വെറുപ്പാണോ? എനിക്കിഷ്ടമല്ല ഏതെങ്കിലും പെൺകുട്ടികളോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ആടിപ്പാടാനും. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ പരിചയവും ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളോട് സംസാരിക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. എന്നാ ഞാൻ പോവാം.
പിന്നെ അത് പിന്നെ ഞാൻ പറഞ്ഞത് സിനിമയില് ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരും അല്ല, പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ, പിന്നെ ഇഷ്ടം. മുഖസ്തുതി പറയുന്നതും കേൾക്കുന്നതും എനിക്കിഷ്ടമല്ല. ഒരു സത്യം പറയട്ടെ, ഗ്രാമത്തിന്റെ ശാലീനതയും സൗന്ദര്യവും എല്ലാം ഉണ്ട് കുട്ടിക്ക്. ഞാൻ പോട്ടെ, ആ ഫോട്ടോ ഒന്ന് തരുമോ? ഫോട്ടോ തരാം, അത് ഈ പെട്ടിക്കടിയിൽ എവിടെയാണ്. ഒരു കാര്യം ചെയ്യ്, ഞാൻ നാളെ അവർ വരുമ്പോൾ കൊണ്ടുവരാം. വീട്ടിൽ കൊണ്ടുവരണ്ട. അത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോകുന്നു. മിസ്റ്റർ ദിലീപ് കുമാർ, ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. 8 മണിക്കല്ലേ പോസ്റ്റ് ഓഫീസ് തുറക്കേണ്ടത്? ഇപ്പൊ 8:45 ഞാൻ പുറപ്പെടുകയായിരുന്നു. നമ്മളാരാ മനസ്സിലായില്ല. ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആള് തന്നെ. അകത്തോട്ടിരിക്കാലോ? ഇരിക്കണം. സാധാരണ ഞാനങ്ങനെ വൈകാറില്ല. അതിരിക്കട്ടെ, എന്നാണ് സ്ഥലം മാറി പോകുന്നത്? ഞാനെങ്ങും പോകുന്നില്ലല്ലോ സാർ. സാറ് ഡിപ്പാർട്ട്മെന്റിൽ. എന്റെ പേര് ദേവ് ആനന്ദ്. ഇവിടുത്തെ പോസ്റ്റ്മാനായി ചാർജ് എടുക്കാൻ വന്നതാണ്. ഓ, അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു. എനിക്ക് 10 കൊല്ലത്തെ സർവീസ് തികയാൻ പോവുകയാണ്. നിങ്ങൾ സർവീസ് കയറിയിട്ട് എത്ര വർഷമായി? 6 വർഷമായി. അപ്പൊ സർവീസ് എനിക്കാണ് കൂടുതൽ എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ട്രാൻസ്ഫർ ആയാൽ ഞാനാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ. ട്രാൻസ്ഫർ ആയാലല്ലേ? ആകുമല്ലോ. ബുദ്ധിമുട്ടാണ്. കൊല്ലത്തുകാരനായ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്ന എന്തിനാണ്? എന്റെ വൈഫ് ഹൗസ് കുറുക്കന്തറയാണ്, ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരെ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കോളയാട്ട് നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത്. അതൊക്കെ നിങ്ങളുടെ കാര്യം. ആരും വരാൻ പഠിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മുറിവുറുപ്പും കൂടാതെ ചാർജ് എടുത്തവനാണ് ഞാൻ. ഇനി ഇവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ മാറും, ഇല്ലെങ്കിൽ മാറ്റിക്കും. പിന്നെ ഒരു പോസ്റ്റ്മാൻ വിചാരിച്ചാൽ ഒരു പോസ്റ്റ് മാസ്റ്ററെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള പിടിപാട് എന്താണെന്ന് അറിയാത്തത് കൊണ്ടും ജന്മനാ ഉള്ള വിവരക്കേട് കൊണ്ടുമാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. ആഹാ, ഉറപ്പാണോ? അതെ. എന്നാൽ 3 മാസത്തിനകം നിങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറ്റി ഞാൻ മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ ആയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ? ഇങ്ങനെ വിളിക്കുന്നതേ ഇവിടെ പട്ടികളെയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണോ? സമയമാകുമ്പോ ഇറങ്ങേണ്ടി വരും. അപ്പൊ മതി. എവിടെ ഡെലിവറി ചെയ്യേണ്ട കത്തുകൾ എടുക്കൂ. അല്ല, ഇതൊന്നും സോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഓരോ ഏരിയയിലേക്കുള്ള കത്തുകൾ വേറെ വേറെ വെക്കണം. തന്നെ വെച്ചോണ്ടാ മതി. എനിക്ക് ഡെലിവറി മാത്രമേ പറ്റൂ. അങ്ങനെയാണോ നിയമം? അതെ. എന്നാ നിങ്ങൾ ഡെലിവറി ചെയ്യണ്ട. ഇതെല്ലാം തനിച്ച് ചെയ്യാൻ എനിക്കറിയാം. എനിക്കും നിങ്ങൾക്കും ഇവിടെ പ്രത്യേകം ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ നിയമങ്ങളും അതേപടി പാലിക്കുന്ന ആളാണോ? ആണെങ്കിൽ പോയി യൂണിഫോം ഇട്ടോണ്ട് വരൂ. നിങ്ങൾ ആര്? കോളേജ് കുമാരനോ? ഡിസൈൻ ഷർട്ടും പാൻറ്റൂടെ? ഹേ മിസ്റ്റർ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും. എന്നെ ഇന്ന് വരെ ആരും തടഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിൽ സർവീസ് എനിക്കാണ് കൂടുതൽ. അധികം കയറി വിലസണ്ട. ഇത് വലിയ ശല്യമായല്ലോ. എടുത്തോണ്ട് പോണം മിസ്റ്റർ. നിങ്ങൾ ഒന്നും വിടാതെ പോയാലും എനിക്കൊരു ചുക്കുമില്ല. അധികകാലം ഇവിടെ ഭരിക്കാമെന്ന് കരുതണ്ട മിസ്റ്റർ ദിലീപ് കുമാർ. ഈ ദേവാനന്ദനോട് കളി വേണ്ട. ഞാൻ താമസിച്ചോ? എവിടെ? കൂട്ടുകാരി എവിടെ? കൂടെ വന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. എന്നാര് പറഞ്ഞു? എനിക്കറിയാം. ഓ, മമ്മൂട്ടി എഴുതി കാണും. ഞാനൊന്ന് ചോദിക്കട്ടെ, കുട്ടിയും മമ്മൂട്ടിയും തമ്മിൽ എന്താ കണക്ഷൻ? അവരങ്ങനെ സാധാരണ ആർക്കും എഴുത്തെഴുതാറില്ലല്ലോ. കാരണമുണ്ട്. എന്താ, നിങ്ങൾ അടുപ്പത്തിലാണോ? വല്ല പ്രേമമോ മറ്റോ? ഒരു കത്തെഴുതിയെന്ന് വെച്ച് നിങ്ങളുടെ മേൽവിലാസത്തിന് വേണ്ടി എനിക്ക് എഴുതിയത്. അത്രേ ഉള്ളൂ. കുട്ടിക്ക് ഈ സിനിമാറന്മാരെ മാത്രമേ ഇഷ്ടമുള്ളൂ? ഇഷ്ടമെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ള ഇഷ്ടമല്ലേ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഭാഗ്യം. ഒന്നുമില്ല. ഫോട്ടോ എവിടെ? ഫോട്ടോ? ഈ ഫോട്ടോ ആ കൂടെ മണ്ണും പൊടിയും പിടിച്ച് കിടക്കുക. ഞാൻ വീട്ടിലോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫോട്ടോ കൊണ്ടുവന്നില്ല? 2 ദിവസം തരാം. ഞാൻ പോവാ. ഒരു നിമിഷം. നമുക്ക് ഒരാളിനോട് ആരാധന തോന്നുമ്പോഴാണല്ലോ നമ്മൾ അയാൾക്ക്
ഈ കത്തും മറ്റും എഴുതുന്നത്. ഇപ്പോ ഞാൻ കുട്ടിക്കൊരു എഴുത്ത് എഴുതിയിരിക്കട്ടെ, മറുപടി തരൂ. ആ, എന്തിനാ എനിക്ക് എഴുതുന്നത്? ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ. സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു. പക്ഷേ എന്തോ എനിക്കറിയില്ല, ആരാധനയാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ആദ്യം കണ്ട നാൾ മുതൽ അമ്മണിക്കുട്ടി ദേഷ്യപ്പെടരുത്, എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരു വികാരം. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എഴുതാം, എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നെഴുതാം. കുട്ടിയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. കത്ത് നാളെ തരാം. അമ്മണിക്കുട്ടി പറ്റോ?